പാപ്പുടൂന് ആനയെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങിയത്. അതായത് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് മ്യൂസിയത്തിലും സൂലും ഒക്കെ ആയിരുന്നു. പക്ഷെ കഴക്കൂട്ട് എത്തിയപ്പോഴത്തേനും മഴ പെയ്ത്. അങ്ങനെ നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്ത് നമ്മൾ ലുലു മോളിലോട്ട് പോയി. മഴക്കോള് നേരത്തെ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പാപ്പുടൂന്റെ ജാക്കറ്റ് ഒക്കെ കൈ കരുതിയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ലുലു മോളിലെത്തി. ലുലു മോളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കയറുന്ന സ്റ്റുഡിയോയിലായിരിക്കും. സാധാരണക്കാരനെ ബ്രാൻഡ് ഇട്ട് ശീലിപ്പിച്ച് നമ്മുടെ സ്വന്തം സ്റ്റുഡിയോ. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്, എന്നാലും നമ്മൾ നോക്കി സെലക്ട് ചെയ്തെടുക്കണം. പിന്നെ സ്റ്റുഡിയോയിലെ കാര്യം അറിയാലോ, മീഷോ ഫൈൻസ് പോലെ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ഡ്രസ്സ് ഇട്ട് ആരെങ്കിലും ഒക്കെ നമ്മൾ എവിടെങ്കിലും ഒക്കെ വെച്ച് കണ്ടുകിട്ടും. ഇതുപോലെ ഡിസ്പ്ലേ കിട്ടേക്കുന്നതും വേറെ ഇതേക്കുന്നതും ഏതാണ്ട് ഒരേ മോഡൽ. 149, 299, 199 ഒക്കെ ഓഫറിൽ കുറെ ഐറ്റംസ് ഉണ്ട്. കുറെ അധികം തെരഞ്ഞെങ്കിലും ഒന്നും അങ്ങോട്ട് സെറ്റ് ആയില്ല. പിന്നെ നമ്മൾ അവിടുത്തെ മിററിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പാപ്പുടു ആദ്യമായിട്ട് ലുലു മോളിൽ വരുന്നത് അവന് 1.5 മാസം പ്രായമുള്ളപ്പോഴാണ്. കൃത്യമായിട്ട് പറഞ്ഞ ക്രിസ്മസിന്റെ അന്ന് ഡിസംബർ 25. എനിക്ക് ഇപ്പോഴും ഉണ്ട് ബേബി സെറ്റിനകത്തൊക്കെ പൊതിഞ്ഞ് പാപ്പുടുവിനെ ഇതിലേക്കൂടെ കൊണ്ടു നടന്നത്. ഇപ്പൊ അവൻ അതേ വഴി കൂടെ ഓടി നടക്കണം. പിന്നെ നമ്മൾ നേരെ പോയത് MC ഡൊണാൾഡ്സിന്റെ MC കഫേയിലേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് 34 രൂപയ്ക്ക് 37 രൂപയ്ക്കും ഒക്കെ ഉള്ള ഈ ഒരു ഐസ്ക്രീം വാങ്ങി ബില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ലൈവ് ആയിട്ട് ഇങ്ങനെ മേക്ക് ചെയ്ത് ഫുഡ് കോർട്ട് വന്നു കഴിഞ്ഞാൽ പാപ്പുടു നീസ്പോട് നന്നായിട്ട് അറിയാം. കാരണം അവൻ ഇവിടുത്തെ സ്ഥിരം ഒരു കസ്റ്റമറാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് 3 ടൈപ്പ് ഐസ്ക്രീം വാങ്ങി നേരെ സീറ്റൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പോയിരുന്നു. ഇനി കുറച്ച് നേരത്തേക്ക് സമാധാനമുണ്ട്. കാരണം ഐസ്ക്രീം തീരുന്നവരെ അവൻ ക്ഷമയോടെ ഇങ്ങനെ ഇരിക്കും. അവൻ ജനിച്ചിട്ട് ഇതുവരെ ഏറ്റവും കൂടുതൽ വാശി പിടിച്ചിട്ടുള്ളതും ഇഷ്ടത്തോടെ കഴിക്കുന്നതും ഈ ഒരു ഐസ്ക്രീം. ഐസ്ക്രീം ഒക്കെ കുടിച്ച് നമ്മൾ അവിടെ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഇവിടെ ലുലുവിന്റെ തന്നെ ഒരുപാട് ബാക്ക് ടു സ്കൂൾ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലുലുവിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓഫർ തപ്പി നടക്കും, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ സാധനങ്ങൾ ഓഫർ കിട്ടുമെന്ന്. അങ്ങനെ അവിടുന്ന് ഫ്രൂട്ട്സിന്റെ വെജിറ്റബിളിന്റെ സെക്ഷനിലോട്ട് പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പല രാജ്യത്തിലെ പല വെറൈറ്റി ഫ്രൂട്ട്സ് കാണാൻ പറ്റും. കോക്കനട്ട് ഫ്രൂട്ട്സിനൊക്കെ 69 രൂപ, അതായത് നമ്മുടെ അയ്യത്ത് കിടന്ന് മുളയ്ക്കണ തേങ്ങയ്ക്ക് 69 രൂപ. അങ്ങനെ അവിടുന്ന് പോയി ലുലു ഫുഡി സ്റ്റോപ്പിലേക്ക്. ഇവിടെ എത്തുമ്പോൾ ഒരു കല്യാണ വീടിന്റെ മണം വരും, അതായത് ബീഫിന്റെയും ചിക്കന്റെയും പ്രോൺസിന്റെയും ഒക്കെ ഒരു മണം. ഇത് 143 രൂപയുടെ ഒരു ബർഗർ കോംബോ ആണ്. അതായത് ഒരു ബർഗർ, ഒരു ഫ്രൂട്ടി, സോസ്, സാലഡ്, അതെല്ലാം കൂടെ. അപ്പോഴേക്കും പാപ്പുട് ഓടി ഐസ്ക്രീം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ലുലു മാൾ വിസിറ്റ് ഇവിടെ അവസാനിക്കുന്നു.